പത്തനംതിട്ട കോന്നി ഇളകൊള്ളൂരിൽ വീടിന് തീപിടിച്ച് മരണം. ഇളകൊള്ളൂർ സ്വദേശി വനജയുടെ വീടിനാണ് തീപിടിച്ചത്. വനജയുടെ മകൻ മനോജാണ് മരിച്ചത്. ശ്രീരാജ് ബാബു ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നും. ശ്രീരാജ്, എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ടോ? പോലീസ് എന്തെങ്കിലും കാര്യങ്ങൾ ഘട്ടത്തിൽ പറയുന്നുണ്ടോ? അരുണയായി തീപിടുത്തം എങ്ങനെയാണ് എന്നതിൽ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഏറെക്കാലമായി ഈ വീട്ടിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീയിട്ടതാണോ എന്നതിൽ സംശയമുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. ഏകദേശം 9 മണിയോടുകൂടിയായിരുന്നു തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തം ഉണ്ടായ ഉടൻ തന്നെ പ്രദേശവാസികൾ ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് സംഘം അവിടെ എത്തുകയും ചെയ്തു. എന്നാൽ ആ സമയം കൊണ്ട് തന്നെ വീട് പൂർണ്ണമായും കത്തുന്ന തരത്തിലേക്ക് തീ ആളി പടർന്നിരുന്നു. ഈ വനജയുടെ ഭർത്താവും വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടി എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ മകൻ മനോജിന് പുറത്തേക്ക് ഓടാൻ സാധിച്ചില്ല. മകൻ ഈ തീപിടുത്തത്തിൽ മരിച്ചു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. ഈ മകന് 35 വയസ്സാണ്. മനോജ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. നിലവിൽ ഈ ഭർത്താവിനെ, അതായത് വനജയുടെ ഭർത്താവിനെയും ഭർത്താവും വനജയും കൂടിയാണ് ആദ്യം വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓടിയത്. തുടർന്ന് പ്രദേശവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഫയർഫോഴ്സ് സംഘത്തിന് വിവരം ലഭിക്കുന്നതും പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നതും തീയണയ്ക്കാനുള്ള നടപടികൾ ആരംഭിച്ചതും. ഇപ്പോൾ ഏകദേശം തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മൃതദേഹം പുറത്തെടുക്കേണ്ടതായിട്ടുണ്ട്. പുറത്തെടുത്ത് കൂടുതൽ നടപടികൾക്ക് ശേഷം ആയിരിക്കും ഇത്തരത്തിൽ തീപിടുത്തത്തിന് കാരണം എന്താണ് എന്നതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് തീപിടുത്തത്തിൽ ഒരു മരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കോന്നി ഇളക്കൊള്ളൂർ സ്വദേശിയായ മനോജാണ് തീപിടുത്തത്തിൽ മരണപ്പെട്ടത്. അരുണിയാണ്.